ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. റവ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ടെടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് റവയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട തൈരാണ്. ഇപ്പോൾ 1/4 കപ്പ് അളവിലാണ് തൈര് ചേർത്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അധികം ലൂസില്ലാതെ കുറച്ച് കട്ടിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റവ ആയതുകൊണ്ട് തന്നെ ഒന്ന് പൊങ്ങി വരും. ഈ റവയൊക്കെ തീ കിടന്നിട്ട് ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഈ ബാറ്റർ ഒന്നും കൂടി കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലായിട്ടാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മാവിൻ്റെ അതൊരു പരുവത്തിലായിട്ടാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് വേണം ഓരോ തവി ഇതേപോലെ ഒഴിച്ചെടുക്കാൻ. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ലോണം വലുതാക്കി പരത്തേണ്ട ആവശ്യമില്ല. ചെറിയ ദോശയായിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള ഇതിന് മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം. അതേപോലെ തന്നെ ഒരു പകുതി തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തക്കാളി മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി. പച്ചമുളക് ഇഷ്ടമാണെന്നുവെച്ചെങ്കിൽ പച്ചമുളക് ഇട്ടുകൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മുളക് പൊടി ഇതേപോലെ ഇട്ടുകൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കൂടുതൽ സമയം ഇത് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ഏകദേശം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇത് ചെറുതായിട്ട് ചട്ടകം കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടെ തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ റവ കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ലവണ്ണം വലുതാക്കി പരത്തേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി. ഇതിന് മുകളിലേക്ക് ഉള്ളിയും തക്കാളിയും മല്ലിയിലയും കൂടി ഇട്ടെടുക്കാം. ഈ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിയാണ് ഇഷ്ടമെങ്കിൽ അതും ഇട്ടെടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് വേവിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ. രാവിലെയും രാത്രിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.